ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു റോമിലെത്തി. വത്തിക്കാൻ സിറ്റിയിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നാളെ നടക്കുന്ന സംസ്കാര ചടങ്ങിൽ രാഷ്ട്രപതി രാജ്യത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അനേന ചേരുന്നുണ്ട്. അനേന, രാഷ്ട്രപതി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സംസ്കാര ചടങ്ങുകൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? വിശദാംശങ്ങൾ. അഖില, ഇന്ന് രാവിലെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു വത്തിക്കാനിലേക്ക് യാത്ര തിരിച്ചത്. ഇപ്പോൾ റോമിലെത്തിയ രാഷ്ട്രപതി വത്തിക്കാൻ സിറ്റിയിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ മാർപ്പാപ്പയുടെ ഭൗതിക ശരീരത്തിൽ പുഷ്പചക്രം അർപ്പിക്കും. തുടർന്ന് നാളെ നടക്കുന്ന സംസ്കാര ചടങ്ങിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കും. നാളത്തെ സംസ്കാര ചടങ്ങ് നടക്കുന്ന സെന്റ് പീറ്റേഴ്സിൽ നിന്ന് അന്ത്യവിശ്രമം ഒരുക്കുന്ന സെന്റ് മേരി മേജർ ബസലിക്കയിലേക്ക് 4 കിലോമീറ്ററോളം വിലാപയാത്രയാണ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം എത്തിക്കുന്നത്. നാളെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 റോമിലെ മേരി മേജർ ബസലിക്കയിൽ ഖബറടക്കമുണ്ടാകും. മാർപ്പാപ്പയുടെ പൊതുദർശനം ഇപ്പോൾ 3-ാം ദിനത്തിലും പുരോഗമിക്കുകയാണ്. ഇതുവരെ വലിയിടയിനെ അവസാനമായി കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇതുവരെ 1 ലക്ഷത്തോളം വിശ്വാസികളാണ് എത്തിയിട്ടുള്ളത്. നിലവിലെ വിവരങ്ങൾ ഇതൊക്കെയാണ്. അഖില, നാളെ നടക്കുന്ന മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ദ്രൗപദി മുർമു പങ്കെടുക്കും. അനേനയാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.